ഈ കാണുന്ന ഏരിയ മുഴുവൻ നമ്മുടെ കേട്ടോ. ആ കിടക്കുന്നത് അതിന്റെ അപ്പുറത്തെ. ആ ഗ്ലാസ് ബിൽഡിംഗ് എത്താൻ അത് നീന്തൽക്കുളം. ആഹാ. സ്വിമ്മിംഗ് പൂൾ ആണല്ലേ? അതങ്ങനെ ചെയ്ത കൊള്ളാം. സംഭവമാണല്ലോ. ഈ കമുന്തോട്ടമേ അങ്ങ് ബാക്കിലേക്ക് കിടക്കുക. 3 ഏക്കറുണ്ട്. നിങ്ങളൊരു ജന്മിയുടെയാണല്ലേ? അത് പണ്ട് ജന്മിയായിരുന്നു. അത് പോയി 48 ഏക്കർ ഉണ്ടായിരുന്നു. നെലവും പുരയിടവും എല്ലാം കൂടി കുറെയൊക്കെ ഞാൻ വിറ്റ് കളഞ്ഞു. കുറെ മകൻ വിറ്റ് തൊലച്ചു. ഒരു പ്ലൈവുഡ് ഫാക്ടറി ഉണ്ടായിരുന്നു. തൊഴിലാളികളുടെ സമരം നടത്തി അത് പൊട്ടിച്ചു. ആ കമുകൻ തോട്ടത്തിനപ്പുറത്തെ അങ്ങേ ചെരുവില് 7 ഏക്കർ റബ്ബർത്തോട്ടം കിടപ്പുണ്ട്. ഷാപ്പിംഗ് ഒന്നും നടക്കുന്നില്ലെന്നേ. വെറുതെ ഇട്ടേക്ക് നോക്കാനാവില്ലെന്നേ. കിളിമാനൂർ ടൗണില് ഒരു 2.5 ലക്ഷം 12 കടമുറിയാ മുകളിലും താഴെ കൂടെ വാടകയ്ക്ക് കൊടുത്തേക്കുക. നിങ്ങൾ ഈ പൈസക്ക് എന്നാ ചെയ്യും? എന്താ ചെയ്യാനാ, ബാങ്കിൽ ഇട്ടേക്കുക. ആവശ്യമുള്ളപ്പോ എടുക്കും, ബാക്കി അവിടെ കിടക്കും. ഇതെല്ലാം സമ്പാദിച്ച കാലത്ത് വലിയ സന്തോഷമായിരുന്നു. ഏതാണ്ടൊക്കെ നേടിയെന്നായിരുന്നു വിചാരം. ഒന്നുമില്ലെന്നേ. പണ്ട് കടലാസായിരുന്നു. നമുക്ക് കാണാൻ നോട്ട് കെട്ടുകൾ. ഇപ്പൊ നോക്കിയാ കുറെ അക്കങ്ങളാ കാണുന്നത്. എന്തിനു വേണ്ടിയാ? നേരെ രൂപ ഇത്തിരി ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. സന്തോഷം സമാധാനമുണ്ടോ? അതുമില്ല. ഇങ്ങനെ പണം അക്കങ്ങളാക്കി കൂട്ടി വെച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ടെങ്കിൽ അവര് നന്നായി ജീവിച്ചിട്ടുമില്ല, മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിച്ചിട്ടുമില്ല. യാത്ര ചെയ്ത് ഭൂമിയുടെ സൗന്ദര്യം കാണാതെ, നല്ല ഭക്ഷണം കഴിച്ച ആഹാരത്തിന്റെ രുചി അറിയാം, ഇല്ലാത്തവന് ദാനം കൊടുത്ത് അതിന്റെ സന്തോഷം അനുഭവിക്കാതെ, പണം പിശുക്കി പിശുക്കി കൂട്ടി കൂട്ടി വെച്ച് അവസാനം പിച്ചക്കാരെ പോലെ എത്രയോ പേര് മരിച്ചുവരും. എന്നെ ആ കളത്തിപ്പെടുത്താൻ ഞാൻ എന്റെ കാലത്ത് നന്നായിട്ട് തന്നെയാ ജീവിച്ചത്. എന്നാ ഞങ്ങൾ ഇനി പൊക്കോട്ടെ. എറണാകുളം വരെ ഓടിയെത്തേണ്ടതല്ലേ. അത് ശരിയാണല്ലോ. കൊച്ചിനെ കാണുമ്പോ പോകല്ലേ എന്നാ മനസ്സിലെ വിചാരം. ഇനിയും വരാലോ അങ്കിൾ? അങ്ങോട്ടും വരാം, ഞങ്ങൾക്ക് ഇങ്ങോട്ടും വരാം. അങ്ങോട്ട് വാ. എന്റെ മോളല്ലേ അവന്റെ കൊച്ചിനെ കാണുമ്പോ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? അവള് കഞ്ഞി കോരി കൊടുത്തിട്ട് അവൻ ഛർദ്ദിച്ചില്ല, സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. ഓട്ടെ നിങ്ങളെ ഫോണിൽ വിളിക്കും. ശരി അങ്ങളെ. ശരി മോൾ. മോളെ പോയിട്ട് വരാം. വരണം. പോയി. അവന്മാരൊക്കെ വരാന്ന് പറഞ്ഞിട്ട് എവിടെയാടാ? വരുവാടാ. ജോമോൻ ടച്ചിങ്സ് സംഘടിപ്പിക്കാൻ പോയതാ. സനീഷ് മിലിറ്ററിയുടെ കുപ്പി പറഞ്ഞിട്ടുണ്ട്, അത് വാങ്ങാൻ പോയതാ. പലരും കൂടിയ പാമ്പ് ചാവില്ലെന്ന് ഒരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ടോ? എടാ, പഴഞ്ചൊല്ല് പലതിന്റെ എക്സ്പയറി കഴിഞ്ഞു പോയി. നിന്റെ വീട്ടിലിപ്പോ എന്താ കാലാവസ്ഥ? അതിന് തന്നെയാണോ എക്സ്പയറി ക്യൂൻ? അലഞ്ഞു തിരിഞ്ഞു വരുന്ന പട്ടിക്കും കോഴിക്കും ഒക്കെ വിഷം വെക്കുന്ന ഒരു നാടൻ കലാപരിപാടിയില്ലേ അവൾക്കെതിരെ. ഇനി അങ്ങനെ എന്തേലും നോക്കില്ല രക്ഷ. ആർക്കും ഇല്ലാതെ നശിപ്പിക്കില്ലടാ. നല്ല ഒന്നാം തരം പീസ. ഒന്നുമില്ലെങ്കിലും നിന്റെ അച്ഛന്റെ മോളല്ലേ, നിന്റെ പെങ്ങളായിട്ട് വരും. ഒക്കെ കള്ളക്കഥയല്ലേ ഹരി? കള്ളക്കഥയാണോ? സംശയം എന്താ? അച്ഛന്റെ വാശി, അച്ഛന്റെ നിലപാട്, അച്ഛന്റെ ഡിസിഷൻ, അച്ഛന്റെ പൊസിഷൻ എല്ലാം സ്ട്രോങ് ആക്കാൻ വേണ്ടി അച്ഛൻ ഓരോ സമയത്ത് ഓരോ നുണക്കഥകൾ അവതരിപ്പിച്ചു. വിഡ്ഢികൾ ആ കഥ വിശ്വസിച്ചു. ഞാൻ അത്രയ്ക്ക് വിഡ്ഢിയല്ല. കടപ്പാട്ടൂര് ഇപ്പോഴും ആഭ്യന്തര കലാപം മുറുകി നിൽക്കുകയാണല്ലേ. അമ്മ ഡിവോഴ്സിന് പോകാൻ തീരുമാനിച്ചു. ഹോസ്പിറ്റലിന് ഡിസ്ചാർജ് ആകുമ്പോ വേറെ വീടെടുക്കും. ഞാനും ബാബി എന്തായാലും നമ്മുടെ കൂടെ പോകും. എന്തെങ്കിലുമൊക്കെ സംഭവിക്കട്ടെ. ഒന്നും സംഭവിക്കാതിരിക്കുന്നതിനേക്കാൾ ത്രില്ല് അത് തന്നെയാ. മിച്ചറും പൊറോട്ടയും PDF-ഉം പിന്നെ പീനട്സും പോരെ. എടാ, പേപ്പർ പ്ലേറ്റ് വാങ്ങിയില്ലേ? ഇതിലുണ്ടല്ല. ഇതാ അങ്ങോട്ടേക്ക്. ഇവിടെ ഇല്ല. നിങ്ങൾ പരിപാടി തുടങ്ങി? സ്റ്റാർട്ടിംഗ് ലെവൽ മാറ്റിയേ ഉള്ളൂ, റൺ ചെയ്ത് തുടങ്ങിയിട്ടില്ല. റോഹിത്തിനും ഡേവിഡിനും ബിയർ മതി, നമുക്കുള്ളതാണ് ഫോട്ടോ. ആ പെണ്ണിന് എന്നതാ നിനക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞു? ഞാൻ അവർക്കിട്ട് ഒരു പണി കൊടുക്കാൻ തീരുമാനിച്ചു. എന്ത് പണി? നമ്മളെല്ലാം കൂടി ആ റബ്ബർ തോട്ടത്തിലെ വീട്ടില് ഒത്തുകൂടി. ഒന്നെങ്കിൽ അവളുടെ ബർത്ത്ഡേ, അല്ലെങ്കിൽ എന്റെ ബർത്ത്ഡേ. നമ്മൾ ഒന്നിച്ചങ്ങ് സെലിബ്രേറ്റ് ചെയ്യും. ഇതുപോലെ. ആ ബിയർ എടുത്തോ. നീ എന്തോട് ഉദ്ദേശിക്കുന്നത്? ഗ്യാങ് റേപ്പോ? പോടാ, നീ അങ്ങനെയൊന്നും ചിന്തിക്കില്ലേ. നമ്മൾ ഒന്നിച്ചുകൂടി ഒന്നിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. തെണ്ടിത്തരം ഒന്നും കാണിക്കലടാ. ഒന്നുമില്ല. എടാ, 2 വർഷമായി ഞാൻ അവളുടെ പുറകെ നടക്കാൻ തുടങ്ങി. ഞാൻ അവൾക്ക് എന്തെല്ലാം വാങ്ങിക്കൊടുത്തു. ഡ്രസ്, ഫുഡ്, ഗോൾഡ്, വാച്ച്, ഫുട്വെയർ, പേഴ്സും അതിൽ വയ്ക്കാനുള്ള ക്യാഷും. മോനെ, ഞാനൊരു 1 ലാഖെങ്കിലും അവൾക്ക് വേണ്ടി പൊട്ടിച്ചിട്ടുണ്ട്. ഞാനെന്താ വേറെ ഊളയാ? അവളുടെ പ്രശ്നം എന്താ? പിടി തരാതെ വഴുതി പോവുക. ആടിനെ പച്ചില കാണിച്ച് കൊണ്ടുപോകുന്ന പോലെ. എനിക്ക് തോന്നുന്നത് അവള് ജനുവിനാണ്. മാങ്ങാത്തടിയാ ജനുവിൻ. എന്നെ അങ്ങ് ഉലത്തിക്കൊണ്ടിരിക്കുവോ പഞ്ചാരവാക്കി പൊതിഞ്ഞ്. കളി ഞാൻ കാണിച്ചു കൊടുക്കും മോനെ. നീ എന്ത് ചെയ്യാൻ ഉദ്ദേശിച്ചു? മാസ്റ്റർ പ്ലാൻ റെഡിയായി വരുന്നേ ഉള്ളൂ. നിങ്ങള് എന്റെ കൂടെ നിൽക്കോ? അത് അറിയണം എനിക്ക്. ഞാനുണ്ടോ നിന്റെ കൂടെ? സനീഷ് ഉണ്ടെങ്കിൽ ഞാനും. നീ എന്ത് പറയുന്നു? ഒന്ന് തെളിച്ച് പറ. നമ്മൾ ഇത്രയും പേരും ശരണയും ഇതുപോലൊരു ആഘോഷം. ഇവനെന്താണ് ഒന്നും മിണ്ടാതെ നോക്കിയിരിക്കുന്നത്? റോഹിത്ത്, അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ആന്റി, നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോയാലോ? വിശക്കുന്നുണ്ട്. വളരെ നല്ല കാര്യം. എനിക്ക് വിശപ്പ് തോന്നും. ഞാൻ പറയാൻ തുടങ്ങുമായിരുന്നു. എന്നാ പറയുന്നു? വിശപ്പിന്റെ കാര്യത്തിൽ ഐക്യമുണ്ടോ? കഴിക്കാം, ഞാൻ ഓക്കെയാണ്. എന്നിട്ട് തന്നെ പിന്നെ ആരും മിണ്ടായിരുന്നേ? വിശക്കുന്ന കുഞ്ഞിപ്പിള്ളാണെങ്കിൽ കരയെങ്കിലും ചെയ്യും. ഇത് അതുപോലുമില്ല. ഞാൻ പറയണം. ഞാനൊരു തീറ്റി പ്രാന്തിയാണോ എന്ന് വിചാരിച്ചല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഞാനൊന്നും പറയായിരുന്നേ. വിചാരിച്ചെങ്കിലോ എന്ന് വിചാരിച്ചോ? എന്തുവാടോ ഇയാളെന്താ പറയായിരുന്നേ? ഞാനിങ്ങനെ നോക്കിയിരിക്കുവായിരുന്നേ. മനുവേട്ടൻ ഞങ്ങളെ പട്ടിണിക്കിടാനാണോ പ്ലാൻ, അതോ വിശക്കുന്നതിന് എന്തെങ്കിലും വാങ്ങിച്ചു തരുമോ എന്നറിയാൻ വേണ്ടി. പരീക്ഷിക്കായിരുന്നോ? എടി, നീ അല്ലേ എനിക്ക് പറഞ്ഞു തരേണ്ടത്. ഈ ആന്റിക്ക് വിശക്കുന്നുണ്ടായിരിക്കും, ഈ അനിയത്തിക്കുട്ടിക്ക് വിശപ്പിന്റെ അസുഖം ഉള്ളതാണ്, അവർക്ക് നിങ്ങൾ തിന്നാൻ മേടിച്ചു കൊടുക്കണമെന്നൊക്കെ പറയാതെ ചെയ്യുമെന്ന് അറിയണ്ടേ. ഓരോരുത്തരും എന്തൊക്കെയാണ് കഴിക്കാൻ വേണ്ടതെന്ന് തീരുമാനിച്ചിട്ട് പോണേ. റെസ്റ്റോറന്റിൽ കയറി ഇരുന്നിട്ട് ആലോചിച്ച സമയം കളയല്ലേ. കഴിക്കാൻ എന്തൊക്കെയുണ്ടെന്ന് അറിയാതെ എങ്ങനെയാ? പൊറോട്ട, ചപ്പാത്തി, ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ, ചിക്കൻ 65, റൊമാലി റൊട്ടി, ബട്ടർ നാൻ, ബട്ടർ ചിക്കൻ, പത്തിരി, കുബൂസ്, ബീഫ് ഫ്രൈ, ഇതൊക്കെ ഉണ്ട് അവിടെ. മനുചേട്ടന് IT ഫീൽഡിൽ തന്നെയാണോ ജോലി, അതോ ഹോട്ടൽ സപ്ലയർ ആണോ? നീ ഇങ്ങനെ ഇറങ്ങി വാ, എന്നെ ഒരു പിടുത്തം പിടിക്കുന്നുണ്ട്. നിഷേധി. എന്റെ കൊച്ചിനെ വഴക്ക് പറഞ്ഞാലുണ്ടല്ലോ. അയ്യോ, കൊച്ച് ഇതാണോ കൊച്ച്? ഇവളിപ്പോ പാലാരിവട്ടത്തെ പ്രധാനമന്ത്രി അല്ലേ? എന്ത് കഴിക്കണമെന്ന് ആരും പറഞ്ഞില്ലല്ലോ. എനിക്ക് എല്ലാം കഴിക്കണം, ഒരേ സാധനങ്ങൾ തിന്നണം,
തന്തൂരി, കുഴിമന്തി, പൊറോട്ട, ചിക്കൻ, മട്ടൻ, ബീഫ് എല്ലാം വേണം. കാറ് പണയം വെച്ചിട്ട് നടന്നുകൊണ്ട് വരുമോ? എവിടെ അങ്ങോട്ടിരിക്കും. കാറിലിരുന്ന് മടുത്തു അല്ലേ? ഞാൻ ഇനി ഒരു 500 കിലോമീറ്ററും കൂടി ഇതേ പവറിൽ ഓടും. തള്ളല്ലേ? മാമച്ചന്റെ കാറ് കാണുന്നില്ലല്ലോ. ദാ ജോസൂട്ടി മാമച്ചായനത് എവിടെ പോയതാ? ക്ലബിലോട്ട് പോകുവാന്നാ പറഞ്ഞേ. കണ്ടോ, നമ്മളില്ലാത്ത തക്കം നോക്കി കള്ളു കുടിക്കാൻ പോയതാ. ഇടി മോളെ, മൂപ്പര് വല്ലപ്പോഴും 2 പെഗ്ഗൊക്കെ അടിക്കട്ടെ. മോളോട്ട് ചെല്ലുമ്പോ ഈ സാധനം വല്ലതും കിട്ടുമോ? അവിടെ ചെന്നിട്ട് കുടിക്കാനുള്ളത് കൂടി ഇവിടെ വെച്ചേ കുടിച്ചിട്ടുണ്ട് പണ്ടേ. ആന്റി, ഞാൻ ഇനി എന്നങ്ങ് പോയേക്കോണം. ആ കേറിയിട്ട് പോകുമോനു. ചായയോ കാപ്പിയോ എന്തെങ്കിലും കുടിച്ചിട്ട്. ഓ, ഇത്രയും ലേറ്റ് ആയില്ല. ഇനി അങ്ങ് പോയേക്കാം. നമ്മള് വരുന്നവർക്ക് ഫുഡൊക്കെ കഴിച്ചല്ലേ? കേറിയിരുന്നിട്ട് പോവാൻ മനുഷ്യട്ടാ. കേറി ഇനി ലേറ്റ് ആവുന്നേ. അപ്പോഴേക്കും അങ്കിളും വരും. പിന്നെ സംസാരിച്ചോണ്ടിരിക്കും. അതാ. ആ, അലീന ചേച്ചി പറഞ്ഞ മനുഷ്യട്ടായിരിക്കും. ഏയ്, ഞാൻ പറയത്തില്ല. രാവിലെ ഡ്രൈവറായിട്ട് കൂടിയതാ. നമ്മളെ എവിടെയെല്ലാം കൊണ്ടുപോയി. ഒരാളെ ബുദ്ധിമുട്ടിക്കുന്നതിന് ഒരു അതിരില്ലേ. ഇനിയെങ്കിലും ഫ്രീ ആക്കി വിടണ്ടേ? ഞങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം നടന്നു. ഇനി പോയിക്കോന്നല്ലേ? അയ്യോ, ഞാൻ മനുവേട്ടന് വേണ്ടിയാ സംസാരിച്ചേ. താങ്ക്സ്. ആന്റി, രവതി കൂടി പോവാണേ. ബൈ. നാളെ വരൂ. നാളെ വരുമോ ഇല്ലയോ എന്ന് നാളെ പറയാം. പോട്ടെ. കൃഷ്ണ, ഇത് ആരുടെ ഇവിടെ പടിയോണ്ട് വെച്ചേ? നാശം. ഞാനിപ്പോ പണി തീർത്ത് അങ്ങോട്ട് വച്ചതേ ഉള്ളൂ. പറയാൻ മറന്നുപോയി. പടി വെച്ചിട്ടുണ്ട്, സൂക്ഷിക്കണമെന്ന്. നീ എന്താ കളിയാക്കുന്ന? രോഹിട്ടൻ കുടിച്ചിട്ടുണ്ടോ? ആ കുടിച്ചു. അതിനിപ്പോ എന്താ? എനിക്കേ വയസ്സ് 21 എന്താ കുഴപ്പം? ഞാൻ 2 ബിയർ അടിച്ചു. എന്താ കുഴപ്പം? ഞാൻ അടിമയൊന്നുമല്ല. മനസ്സിലായോടി? ഞാനുണ്ടല്ലോ, ഞാൻ ആരുടെ അടിമയല്ലെന്ന്. കൊള്ളാം, നല്ല കൂത്ത്. കാണേണ്ടത് തന്നെ. എന്താടി കുഴപ്പം? അച്ഛൻ ഇങ്ങോട്ട് വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുത്തിട്ടേ ഉള്ളൂ. നീ ചെന്ന് പറയടി. എനിക്കുണ്ടല്ലോ, നീ അച്ഛനോട് പറഞ്ഞ പുല്ല്. എന്താ കൃഷ്ണേ ഒച്ച ബഹളോ? വാ, ചെന്ന് നോക്ക്. ഒരാള് കള്ളം കുടിച്ചു വന്ന് പൈസ കളിക്കും. വീട് മാറിപ്പോയതല്ലോ, ഭാഗ്യം. ഞാനേ പ്രായപൂർത്തിയായവനാ. എന്താ കുഴപ്പം? അല്ലെങ്കിൽ തന്നെ ഇവിടെ എന്നതാ നടക്കുന്നത്? ഓരോരുത്തരുടെ തോന്നിയ ദിവസം അല്ലയോ? ഇന്ന് എന്നെ ആയിക്കോട്ടെ, അതിന് എന്നെ അടി കുഴപ്പം. ഒന്നുമില്ല. ഒന്ന് പോകുന്നുണ്ടോ? പോകുന്നില്ല. എന്നാ? നിനക്കേ അവിടെ കൈവശം തന്നിട്ടുണ്ട്. കുറച്ച് കൈവശം ബാക്കിയുണ്ട്. വേണോ? നീ തന്നെ കഴിച്ചോ. എന്നിട്ടേ പട്ടിയെ പോലെ അവിടെ അടിമയായി കിടക്കും. അതിനിടക്ക് അലീന എന്ന് പറഞ്ഞൊരു പിശാശ് ഞങ്ങളുടെയൊക്കെ തലയ്ക്ക് മേലെ കയറിയിരിക്കുന്നു. റെഡിയായോ? എന്താ മോന്റെ ഉദ്ദേശം? നിനക്ക് മനസ്സുണ്ടെങ്കിൽ മതി. എനിക്ക് നിർബന്ധമൊന്നുമില്ല.